എൻ്റെ പേര് ആർദ്ര. ഞാൻ നിങ്ങൾക്ക് +1 ബയോളജി ക്ലാസ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയായിരുന്നു. അതിനകത്ത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്നും ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് കരോളസ് ലിനേഴ്സ് ആണെന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്താണ് വർഗീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെല്ലാം തന്നെ ചിലത് സിമിലർ ആയിരിക്കും, ചിലത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സിമിലർ ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പിലോട്ടാക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനെ വേറൊരു ഗ്രൂപ്പിലോട്ടായിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, തരംതിരിക്കും. അങ്ങനെ തരംതിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസം ഈസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ തരംതിരിക്കുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടാക്സോണമി? It is a branch of biology which deals with the classification of living organism is known as taxonomy. ഇനി ടാക്സോണമിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. ഓർഗാനിസത്തിനെ അതിൻ്റെ സിമിലാരിറ്റീസ് അനുസരിച്ചും അതേപോലെ ഡിഫറൻസസ് അനുസരിച്ചും തരംതിരിക്കുക എന്നുള്ളതാണ് ടാക്സോണമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. ഇനി ടാക്സ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഓരോരോ തരംതിരിക്കുന്നില്ലേ, ഓരോരോ ഗ്രൂപ്പുകളായിട്ട് സിമിലാരിറ്റീസിൻ്റെയും ഡിഫറൻസസിൻ്റെയും ബേസിൽ. ഇപ്പോൾ ഉദാഹരണം മാമൽസ്, സസ്തനികൾ, അതേപോലെ ഇൻസെക്റ്റ്, ഷഡ്പദങ്ങൾ, അതേപോലെ റെപ്റ്റൈൽസ്, ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളാക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടാക്സ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, ടാക്സോണമി എന്താണെന്ന് പറഞ്ഞു, ടാക്സ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റമാറ്റിക്സ് എന്താണ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാലും ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. എന്താണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? പരിണാമപരമായിട്ടുള്ള ബന്ധം. ഇനി എന്താണ് പരിണാമപരമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ? ഓരോ ഓർഗാനിസത്തും പലതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിണാമം സംഭവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലിവിങ് ഓർഗാനിസത്തിനെ തമ്മിൽ തിരിക്കുന്നതിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് സിസ്റ്റമ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു, എന്താണ് ടാക്സോണമി എന്ന് പറഞ്ഞു, എന്താണ് ടാക്സ എന്ന് പറഞ്ഞു, സിസ്റ്റമാറ്റിക്സ് എന്താണെന്നും പറഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ കൊണ്ടുവന്ന ആളുടെ പേര് കരോളസ് ലിനേഴ്സ് ആണെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ടാക്സോണമി കൊണ്ടുവന്ന ആളും ആരാണ്? ഇങ്ങനെ ജീവജാലങ്ങളെ അതിന്റെ സിമിലാരിറ്റീസിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പിന്റെ ഒക്കെ ബേസിൽ ഓരോരോ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതും ആര് തന്നെയാണ്? ഈ കരോളസ് ലിനേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് ടാക്സോണമി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഹു ഇസ് ദ ഫാദർ ഓഫ് ടാക്സോണമി? കരോളസ് ലിനേഴ്സ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ജീവജാലങ്ങളെ തരംതിരിച്ചേക്കുന്നതെന്നുള്ളത്, അതായത് ടാക്സോണമി കാറ്റഗറി എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓരോ ജീവജാലങ്ങളെയും പലതരത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതായത് ഓരോ ജീവജാലങ്ങൾക്കും അതായത് കിങ്ഡംസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓരോ ജീവജാലങ്ങളെ 5 കിങ്ഡമായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ആനിമൽ കിങ്ഡം ആയിക്കോട്ടെ, ഈ ആനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നതിന്റെ അതിന്റെ സിമിലാരിറ്റീസിന്റെ ഡിഫറൻസസിന്റെ അടിസ്ഥാനത്തിൽ ഫൈലം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഫൈലത്തിനകത്ത് വരുന്നതിനെ തന്നെ അടുത്ത സിമിലാരിറ്റീസിന്റെയും ഡിഫറൻസസിന്റെയും ബേസിൽ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലാസ്സിൽ വരുന്നതിനെ അടുത്ത ഡിഫറൻസസിന്റെയും സിമിലാരിറ്റീസിന്റെയും ബേസിസിൽ ഓർഡർ എന്ന് പറയുന്നതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ഫാമിലിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജീനസ്, സ്പീഷ്യസ് എന്നിങ്ങനെ കുറെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഇത് ഈ ഓർഡർ പഠിച്ചു വെക്കുക: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇത് ഇത്ര ഇങ്ങനെ ഓരോരോ കാറ്റഗറിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുന്നതിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് ഹൈറാർക്കിയൽ ഓർഡർ എന്ന് പറയുന്നത്. ഈ കിങ്ഡം, ഫൈലം, ക്ലാസ്, അതിനെയാണ് നമ്മൾ ഹൈറാർക്കിയൽ ഓർഡർ എന്ന് പറയുന്നത്. ഈ ഹൈറാർക്കിയൽ ഓർഡറിൽ ഏറ്റവും താഴെ വരുന്നത്, ലോവറിൽ വരുന്നത് സ്പീഷ്യസ് ആണ്. സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം സിമിലർ ക്യാരക്ടേഴ്സ് വരുന്ന ഓർഗാനിസംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഹോമോ സാപ്പിയൻസ്, അതിനകത്ത് സാപ്പിയൻസ് എന്ന് പറയുന്നതാണ് സ്പീഷ്യസ് നെയിം. ആ സ്പീഷ്യസിനകത്ത് മനുഷ്യരുടെ എല്ലാ ക്യാരക്ടേഴ്സും സിമിലർ ആയിരിക്കും. അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹോമോ ഇറക്സ്,
ഇപ്പൊ സാപ്പിയൻസിൽ വരുന്നതാണെങ്കിൽ ആ സാപ്പിയൻസിൽ വരുന്ന എല്ലാത്തിന്റെയും ഒരേ സിമിലർ ക്യാരക്ടർ ആയിരിക്കും അല്ലെ. മനുഷ്യരുടെ എല്ലാം ഒരു സിമിലർ ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ പൂച്ച, പട്ടി ഇവരുടെ എല്ലാം സിമിലർ ക്യാരക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. അതിനെയാണ് സ്പീഷ്യസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഹോമോ ഇറക്ട്സ്, ഈ ഇറക്ട്സ് എടുത്താൽ ആ ഇറക്ട്സിൽ വരുന്നതിന്റെ എല്ലാം, അതായത് ആ സ്പീഷ്യസിൽ വരുന്നതിന്റെ എല്ലാം ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ നമ്മള് സ്പീഷ്യസ് എന്താണെന്ന് നോക്കി. ഇനി അടുത്ത് ജീനസ്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ജീനസ് ഉണ്ടാകുന്നത്. അതായത് ഹോമോ സാപ്പിയൻസ്, ഹോമോ ഇറക്ട്, ഇതിന്റെ എല്ലാം എന്താണ്, ഇത് റിലേറ്റഡ് ആണ്. എന്താണ്, അതിന്റെ എല്ലാം ജീനസുകൾ തമ്മിൽ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം ഏത് കാറ്റഗറി വരുന്നു, ജീനസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു. അടുത്തതാണ് ഫാമിലി. ഫാമിലി ഇപ്പം നമ്മൾ മനുഷ്യരൊക്കെ ഉൾപ്പെടുന്ന ഫാമിലി ഏതാണ്, ഹൊമീഡിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് നമ്മൾ വരുന്നത്. അടുത്തത് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് എല്ലാം കൂടെ ചേർന്ന് ഓർഡർ വരുന്നു. ഓർഡറിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് പ്രിമേറ്റ ആണ്. ഈ പ്രിമേറ്റയിലാണ് നമ്മൾ മനുഷ്യരും മങ്കി അങ്ങനെയുള്ളതെല്ലാം വരുന്നത്. അടുത്ത ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറുകളെല്ലാം ചേർന്ന് ഉണ്ടായിരിക്കുന്നു, ക്ലാസ് ഉണ്ടായിരിക്കുന്നു. അതായത് മാമൽസ്, നമ്മളെല്ലാം മാമൽസിൽ വരുന്നത് അല്ലേ. നമ്മള്, മനുഷ്യര്, പട്ടികള്, പൂച്ച, ഇതെല്ലാം ഇതിനകത്താണ് വരുന്നത്. മാമൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്ത ഈ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് വരുന്നു, ഫൈലം വരുന്നു. എന്താണ് ഫൈലം? ഫൈലം എന്ന് പറഞ്ഞാൽ ആനിമൽസിന്റെ കേസിലാണ് ഫൈലം വരുന്നത്. പ്ലാന്റ്സിന്റെ കേസിൽ വരുമ്പോൾ അത് ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഫൈലം കോർഡേറ്റ. കോർഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നട്ടലുള്ള ജീവികൾ. നോൺ കോർഡേറ്റ എന്ന് പറഞ്ഞാൽ നട്ടലില്ലാത്തവ. അപ്പൊ നമ്മള് ഫിഷ്, നമ്മുടെ എന്താണ് മനുഷ്യന്, ഫിഷ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതായിരിക്കും. അതേപോലെ റെപ്റ്റൈൽസ്, ഇതൊക്കെ ഇതിനകത്താണ് ഈ കോർഡേറ്റ എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് തരത്തിലുള്ള ഫൈലംസ് എല്ലാം കൂടി ചേർന്നിട്ട് എന്തുണ്ടായിരിക്കുന്നു, കിങ്ഡം ഉണ്ടായിരിക്കുന്നു. അപ്പൊ എന്താണ് ഹൈറാർക്കിയൽ ഓർഡർ എന്ന് പറഞ്ഞാല് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്, ഇതെല്ലാം കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഹൈറാർക്കിയൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് ടാക്സോണമി കാറ്റഗറീസ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഹ്യൂമൻ ബീങ്സ്, വീറ്റ്, മാംഗോ, ഹൗസ് ഫ്ലൈ, ഇങ്ങനെ 4 എണ്ണത്തിന്റെയാണ്. അപ്പൊ ഞാൻ ഇതിൽ 2 എണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്, മാനിന്റെയും മാംഗോയുടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നോക്കാം. ഇതിനകത്ത് ഇപ്പം മാനിന്റെ എടുക്കുവാണെങ്കിൽ ഇതിന്റെ സ്പീഷ്യസ് നെയിം എന്ന് പറയുന്നത് സാപ്പിയൻസ്, അതേപോലെ ജീനസ് നെയിം എന്ന് പറയുന്നത് ഹോമോ, ഫാമിലി എന്ന് പറയുന്നത് ഹോമിനീഡിയെ, ഓർഡർ എന്ന് പറയുന്നത് പ്രിമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ, കിങ്ഡം അനിമേലിയ. ഇതാണ് മാനിന്റെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മാംഗോ ആണ്. മാംഗോയിൽ ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമും, ജീനസ് മാഞ്ചിഫറ, ഫാമിലി അനക്കാർഡേസിയെ, ഓർഡർ സ്പൈൻഡേലസ്. അടുത്തത് ക്ലാസ് എന്ന് പറയുന്നത് ഡൈക്കോട്ടിലിഡൻ. അടുത്തത് നമ്മൾ പറഞ്ഞായിരുന്നു പ്ലാന്റ്സിന്റെ കേസിൽ വരുമ്പോൾ ഡിവിഷൻ ആണെന്ന് പറയുന്നത്, അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഡിവിഷൻ ഏതാ, ആൻജിയോസ്പെർമ, കിങ്ഡം, പ്ലാന്റി. അപ്പോൾ ഇതിൽ 2 എണ്ണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ടെസ്റ്റിൽ ബാക്കി ഹൗസ് ഫ്ലൈയുടെയും വീറ്റിന്റെയും കൂടെ ഉണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ ഇന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ.